ഇസ്രായേൽ ജനം പാപപ്രവൃത്തികൾ ചെയ്തതുകൊണ്ട്, ദൈവത്തിനെതിരായിട്ട് അവർ ജീവിച്ചതുകൊണ്ട്, ഒരുപാട് ശാസിച്ചിട്ടും അവരുടെ മനസ്സിനെ അവർ മാറ്റാത്തതുകൊണ്ട്, ദൈവം 40 സംവത്സരക്കാലം ദൈവം ഇസ്രായേൽ ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ അടിമകളായി ഏൽപ്പിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേൽ ജനം വീണ്ടും 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 പാപം ചെയ്തുകൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിച്ചതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. 40 സംവത്സരക്കാലം ഇസ്രായേൽ ജനം ഫിലിസ്ത്യരുടെ കീഴിൽ അടിമകളായിട്ട് ജീവിച്ചു. അടിമകളെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിയായ വസ്ത്രം അവർക്ക് ധരിക്കുവാനുണ്ടായിരുന്നില്ല, ശരിയായ ആഹാരം ലഭിക്കുമായിരുന്നില്ല, അവർക്ക് നന്നായ ഒരു വിശ്രമം ലഭിക്കുകയില്ലായിരുന്നു. അവർക്ക് അല്പസമയം മാറിയിരിക്കുവാൻ, ജോലി കഴിഞ്ഞിട്ട് വിശ്രമിക്കുവാൻ പോലും അവർക്ക് സമയം കൊടുക്കുമായിരുന്നില്ല. അവർക്ക് ആശ്വാസം ലഭിച്ചിരുന്നില്ല. അതുപോലെ അവർക്ക് ആഹാരം ലഭിക്കുമായിരുന്നില്ല. അടിമകളെന്ന് പറയുമ്പോൾ അവർക്ക് ശരിയായ വസ്ത്രം ഉണ്ടായിരുന്നില്ല, ശരിയായ വിശ്രമം ഉണ്ടായിരുന്നില്ല, ശരിയായ ആഹാരമുണ്ടായിരുന്നില്ല, വിശ്രമം ലഭിക്കുമായിരുന്നില്ല. കഷ്ടിച്ച് ജീവിച്ചു പോവുകയായിരുന്നു. അവർ അടിമകളായതുകൊണ്ട് അവരെ എന്തു ചെയ്താലും കുഴപ്പമില്ല, കാരണം ആരും അവർക്ക് വേണ്ടി ചോദിക്കാനില്ലായിരുന്നു. ഇന്ന വ്യക്തിയുടെ ഭാര്യ നന്നായിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഫെലിസ്ത്യർ കടന്നുവന്ന് ബലപ്രയോഗത്തിൽ കൂടി അവരെ പിടിച്ചുകൊണ്ടുപോകുമായിരുന്നു. ഒരു പെൺകുട്ടി സുന്ദരിയാണെന്ന് കേൾക്കുമ്പോൾ ഫെലിസ്ത്യർ കടന്നുവന്ന പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോകുമായിരുന്നു. ചോദിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇസ്രായേൽ ജനം വളരെ ദുരിതം അനുഭവിച്ചു. ഇസ്രായേൽ ജനം ഫിലിസ്ത്യരുടെ കീഴിൽ അടിമകളായി മാറി. അങ്ങനെ 40 സംവത്സരക്കാലം ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി മാറ്റി. അവരെ ഉപദ്രവിച്ചു. തന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനം ചെയ്ത പാപങ്ങൾക്ക് പകരമായി ദൈവം അവർക്ക് ശിക്ഷ വിധിച്ചപ്പോൾ അവരുടെ ദുസ്ഥിതിയെ കണ്ടുകൊണ്ട് അപ്പോൾ ദൈവം ശിംശോനെ അയച്ചു. ശിംശോനേ, എന്റെ ജനം അടിമകളായി ഫെലിസ്ത്യരുടെ കൈകളിലായിരിക്കുന്നു, വിടുവിക്കുവാനായി ഞാൻ നിന്നെ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും ദൈവം ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായിട്ട് ശിംശോനെ അയച്ചു. ശിംശോൻ ആരാണെന്നറിയാമോ? വലിയ ബലവാനായിരുന്നു. ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായി ദൈവം അവന് മഹാശക്തി കൊടുത്തിരുന്നു. ആ ബലത്തെ ആശ്രയമാക്കിക്കൊണ്ട് ജനത്തിന് ക്ഷേമത്തെ കൊടുക്കേണ്ടിയിരുന്ന ശിംശോൻ ചെയ്തതായ ഭോഷത്വം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായി തിമ്ന എന്ന് വിളിക്കുന്ന ഫിലിസ്ത്യ രാജ്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനിടയായി. അത് ഇസ്രായേൽ രാജ്യത്തിൻ്റെയും ഫിലിസ്ത്യ രാജ്യത്തിൻ്റെയും ബോർഡറിലുള്ളതാണ്. അത് അത്ര നല്ല ദേശമല്ല, ദുർനടപ്പ് ഉള്ള ദേശമാണ്. തിമ്നയിലേക്കുള്ള വഴി നല്ല വഴിയല്ല, അത് വേശ്യകൾ സഞ്ചരിക്കുന്നതായ വഴിയാണ്. യൗവനക്കാരനായിരുന്നവനായ ശിംശോൻ, കർത്താവിനു വേണ്ടി ജീവിക്കേണ്ടിയിരുന്നവനായ ശിംശോൻ, ചെറുപ്പക്കാരനായിരുന്ന ശിംശോൻ, പ്രതിഷ്ഠിക്കപ്പെട്ടവനായ തന്റെ ജനത്തിനു വേണ്ടി പോരാടേണ്ടിയിരുന്നവനായ ശിംശോന് എന്തു സംഭവിച്ചു എന്നറിയില്ല. ടൈം പാസിനു വേണ്ടി പോയതാണോ, അല്ലെങ്കിൽ ആ പ്രദേശം എങ്ങനെയുള്ളതാണെന്ന് നോക്കിക്കാണുവാൻ വേണ്ടി പോയതാണോ അറിയില്ല. എന്തു പറ്റിയെന്നറിയില്ല. തിമ്നയിലേക്കുള്ള വഴിയിൽ അവൻ അന്ന് കടന്നു പോകുവാനിടയായി. ആ വഴി ചെന്നപ്പോൾ സുന്ദരിയായ ഒരു ഫിലിസ്ത്യ കന്യകയെ അവൻ കണ്ടു. ശിംശോൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനായിരുന്നു, കർത്താവിനു വേണ്ടി ജീവിക്കേണ്ടവനായിരുന്നു, വേർപെട്ട് ജീവിക്കേണ്ടിയിരുന്നവൻ, ജനത്തിനു വേണ്ടി ജീവിക്കേണ്ടിയിരുന്നവൻ, ജനത്തിനു വേണ്ടി സേവ ചെയ്യേണ്ടവൻ. എന്നാൽ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഇവന്റെ മനസ്സിൽ മോഹം ഉണ്ടാകാനിടയായി, പ്രേമം ഉണ്ടാകാനിടയായി. ആ പെൺകുട്ടി ആരാണ്? ഫിലിസ്ത്യ പെൺകുട്ടി. ആ ഫിലിസ്ത്യ പെൺകുട്ടിയെ കണ്ടിട്ട് അവളുമായി പ്രേമത്തിലായി. അവളെക്കുറിച്ച് തന്നെ ആലോചിച്ച് ചിന്തിച്ച് അവസാനം അവളുടെ വീട്ടിലേക്ക് വന്ന് മാതാപിതാക്കളോട് പറയാനിടയായി, ഡാഡി, എനിക്ക് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. ഏത് പെൺകുട്ടിയാണ്? ആ ഫിലിസ്ത്യ കന്യകയെ. മാതാപിതാക്കൾ പറഞ്ഞു, എടാ, ഫിലിസ്ത്യരാരാണെന്ന് നിനക്കറിയാമല്ലോ. അവർ എല്ലാവരും തന്നെ അന്യ ദേവതകളെ സേവിക്കുന്നതായ ആളുകളാണ്, ബാലിന്റെ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. സൃഷ്ടിയെ കർത്താവിനെ മറന്നുകൊണ്ട് സൃഷ്ടിയെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന വ്യക്തികളാണ്. അവരുടെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക, നമ്മുടെ വീട്ടിൽ കൊണ്ടുവരിക, അത് അവർക്കും നമുക്കും ഒരുപോലെ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മുടെ സമ്പ്രദായവും വിശ്വാസവും ഒക്കെ വേറെയാണ്. ആ പെൺകുട്ടിയുടെ വിശ്വാസവും സമ്പ്രദായവും ഒക്കെ വേറെയാണ്.
അതുകൊണ്ട് ഈ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ഞങ്ങൾ പറയുന്നത് നീ കേൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ശിംശോൻ മാതാപിതാക്കളോട് നിർബന്ധം കാട്ടി. പിന്നെ എന്തു ചെയ്തതെന്ന് അറിയാൻ കഴിയില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞു കാണും, വീട്ടിലേക്ക് കാലുകുത്തില്ല എന്ന് പറഞ്ഞു കാണും, നിങ്ങളുടെ മുഖം നോക്കില്ല എന്ന് പറഞ്ഞു കാണും, ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ തന്നെ ജീവിക്കുമെന്ന് പറഞ്ഞു കാണും. എന്ത് ഭീഷണിപ്പെടുത്തിയെന്നറിയില്ല. ഈ കാലത്തുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ അങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. മാതാപിതാക്കളൊന്ന് കോപിച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. നേരത്തെ നമ്മളൊരു സാക്ഷ്യം കണ്ടതാണല്ലോ. അപ്പൻ കോപിച്ചതിൻ്റെ പേരിൽ മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. ഈ കാലത്ത് കോപിക്കാൻ തന്നെ ഭയമാണ്. പറഞ്ഞാൽ അനുസരിക്കാതെ, പഠനത്തിൽ ശ്രദ്ധിക്കാതെ, ഇഷ്ടമുള്ളതുപോലെ നടക്കുന്ന മകനെ നോക്കി അല്ലെങ്കിൽ മകളെ നോക്കിക്കൊണ്ട് അമ്മയാകട്ടെ അപ്പനാകട്ടെ അല്പം ഉറക്കൊന്ന് സംസാരിച്ചാൽ, ഈ കാലത്തുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ അവരെ അനുസരിക്കുന്നുണ്ടോ? മറുതലിക്കുകയാണ്. അപ്പൻ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ് അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്നേഹത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എന്തു ചെയ്താലും എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യുകയില്ല, അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് എന്നെ ഒന്നും പറയുകയില്ല. എന്നാൽ സ്നേഹത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സ്നേഹത്തിൻ്റെ മറവിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്? അങ്ങനെ അമ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവർ, അപ്പനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവർ, ഞാനില്ലെങ്കിൽ എൻ്റെ അമ്മ ജീവിക്കില്ല, ഞാനില്ലെങ്കിൽ എൻ്റെ അപ്പൻ ജീവിക്കുകയില്ല, അതുകൊണ്ട് എന്തു ചെയ്യാൻ കഴിയും? നമ്മൾ എന്തെല്ലാം ചെയ്താലും ശരി, അവർ മിണ്ടാതെ ഇരുന്നു കൊള്ളും. അവസാനം അമ്മയുടെ സ്നേഹത്തെയും അപ്പൻ്റെ സ്നേഹത്തെയും നിന്റെ അനാവശ്യമായ ബന്ധങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുകയാണോ? നീ എത്ര ദൗർഭാഗ്യവാനെന്നറിയാമോ പ്രിയ സഹോദര സഹോദരി? അന്ന് ശിംശോൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹത്തെ ആശ്രയമാക്കിക്കൊണ്ട് അനാവശ്യമായ വിവാഹബന്ധത്തിലേർപ്പെട്ടു. അത് നിലനിന്നോ? നിന്നില്ല. ആ വിവാഹബന്ധം തകരാനിടയായി. ശിംശോൻ എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? ഫെലിസ്ത്യരെ പരാജയപ്പെടുത്തി ഇസ്രായേൽ ജനത്തിന് വിജയം കൊടുക്കാനാണ് ശിംശോൻ ജനിച്ചത്. അവൻ്റെ ജന്മത്തിൽ ഉദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ താൻ ഏതിനു വേണ്ടിയാണോ ജനിച്ചത് ആ വിഷയത്തെ മാറ്റിവെച്ചുകൊണ്ട് ആരുമായി ചേരുവാൻ പാടില്ലായിരുന്നുവോ അവരുമായി ചേർന്ന്, ആരെയാണ് എതിർക്കേണ്ടത് അവരുടെ അടുക്കിലേക്ക് തന്നെ ചെന്നിട്ട് അവരുമായി ചേർന്ന് വിവാഹം ചെയ്തുകൊണ്ടുവരാനിടയായി. ഭോഷൻ മാതാപിതാക്കൾ പറഞ്ഞു, എടാ ഞങ്ങൾ പറയുന്ന വാക്ക് കേൾക്കണം, അവരുടെ വിശ്വാസം വേറെയാണ്, നമ്മുടെ വിശ്വാസം വേറെയാണ്, ഞങ്ങൾ പറയുന്നതൊന്നും നീ അനുസരിക്ക്, ഈ ബന്ധം നിലനിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചോ? വിശ്വസിച്ചില്ല. എടുത്തു ചാടി വിവാഹം കഴിക്കാനിടയായി. വിവാഹം കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ, മാസമോ വർഷമല്ല, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വിവാഹബന്ധം വേർപിരിഞ്ഞു. ശിംശോൻ അങ്ങനെ ഏകനായി മാറാനിടയായി. തൻ്റെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കി പിണങ്ങി ശിംശോൻ അവിടെ നിന്നും തൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുവാനിടയായി. അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞു, നീ യഥാർത്ഥമായി പിണങ്ങിപ്പോയിരിക്കുന്നെന്ന് വിചാരിച്ച് നിന്റെ സ്നേഹിതനെ കൊണ്ട് എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നു. എന്താണ്? എൻ്റെ സ്നേഹിതനെ കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് വിവാഹം നടത്തിയെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കോപിച്ച് അവിടെയുണ്ടായിരുന്ന വയലുകളൊക്കെ തീവച്ച് നശിപ്പിച്ചു. അവിടെയുണ്ടായിരുന്ന വയലുകളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ഫെലിസ്ത്യർ അറിഞ്ഞ് ശിംശോനെ കണ്ടാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. പ്രേമവും പോയി. അങ്ങനെ പ്രേമവിവാഹവും തകർന്നു പോയി. ശിംശോൻ അവസാനം ഒറ്റപ്പെട്ടു പോകുവാനിടയായി. അവസാനം എന്തു ചെയ്യുന്നറിയാമോ? ന്യായാധിപന്മാരുടെ പുസ്തകം 16:1. അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന് അവിടെയൊരു വേശ്യയെ കണ്ടു, അവളുടെ അടുക്കൽ ചെന്നു. ദയവിച്ചത് ശ്രദ്ധിക്കുക. ഫെലിസ്ത്യർക്ക് 5 പട്ടണങ്ങളുണ്ട്. ഫെലിസ്ത്യ രാജ്യത്ത് 5 പട്ടണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഗത്ത്, 2 ഗസ, 3 എസ്കോലൻ, 4 എക്രോൻ, 5 അസ്തോദ്. ഈ 5 പട്ടണങ്ങളാണ് പ്രധാനപ്പെട്ടതായ പട്ടണങ്ങൾ. ഈ 5 പട്ടണങ്ങളുടെ പ്രധാന പട്ടണമാണ് ഗത്ത്, ഗസ. ഇതെല്ലാം പ്രധാന പട്ടണങ്ങളാണ്. ഗസയിൽ. അതിനുശേഷം സോരേക്ക്, 4-ാം വാക്യം. അതിൻ്റെ ശേഷം അവൻ സോരേക്ക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. 5-ാം വാക്യം. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ. നോക്കൂ എന്താണ് കാണുന്നത്. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു അവളോട്, നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി ഏതിൽ എന്നും ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കും എന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് അവളോട് പറഞ്ഞു. ഈ പ്രഭുക്കന്മാർ എത്ര പേരാണെന്നറിയാമോ? 5 പേരാണ്.
ശരി, ലളിതമായ രീതിയിൽ ഞാൻ പറയാം. ദാവീദ് ഗോലിയാത്തിന്റെ നേരെ കടന്നു ചെന്നു. ഗോലിയാത്ത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമോ? ഒരു പ്രഭുവാണ്. ഗത്യനായ ഗോലിയാത്ത്, അവൻ പ്രഭുവാണ്. സോ ഗോലിയാത്തിന്റെ അരികിലേക്ക് ദാവീദ് കല്ലും കവണയുമായി ചെന്നല്ലോ. നിങ്ങൾ ശരിയായ ഉത്തരം എന്നോട് പറയണം. ഗോലിയാത്തിനെ കൊല്ലുവാനായി ദാവീദ് കല്ലും കവണയുമായി ചെന്നപ്പോൾ എത്ര കല്ലവൻ കയ്യിലെടുത്തിരുന്നു? എത്രയാണെന്ന് പറയുക. 5 എന്തുകൊണ്ടാണ്? 1 മിസ്സായാൽ 1 എന്തു പറയുന്നു? 1 മിസ്സായാൽ മറ്റൊന്നാണോ? പണ്ടൊരു ദിവസം ഒരു മനുഷ്യൻ ടിക്കറ്റ് വാങ്ങാനിടയായി. അവൻ ബസ്സിൽ ഇരിക്കുകയാണ്. 2 ടിക്കറ്റ് എടുത്ത് നോക്കുകയാണ്. ഒരു ടിക്കറ്റ്. അടുത്തിരുന്ന ആൾ ചോദിച്ചു, സാർ 2 ടിക്കറ്റ് കാണിക്കുന്നുണ്ടല്ലോ, രണ്ടാമൻ എവിടെയെന്ന് ചോദിച്ചു. ഇയാൾ പറയുകയാണ്, ഈ 2 ടിക്കറ്റുകളും എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി എന്തിനാണ് 2 ടിക്കറ്റുകൾ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ഒന്ന് കളഞ്ഞു പോയാലോ, രണ്ടാമതൊന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് 2 ടിക്കറ്റുകൾ ഞാൻ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 2 ടിക്കറ്റുകളും കണ്ട് സന്തോഷിക്കുകയാണ്. അയാളെ നോക്കിയിട്ട് അടുത്തിരുന്നവനിയെ ചിന്തിച്ചു, ഒരു ടിക്കറ്റ് പോയാൽ മറ്റൊരു ടിക്കറ്റോ? കുറച്ചു നേരം ആലോചിച്ചിട്ട് ചോദിച്ചു, ഒരുപക്ഷെ 2 ടിക്കറ്റും പോയെന്ന് വിചാരിക്കുക, അപ്പോഴെന്തു ചെയ്യും? അപ്പോൾ ബസ് പാസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താണുള്ളതെന്ന്? ബസ് പാസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ദാവീദ് ഇങ്ങനെയുള്ള കണക്കുകളാണോ കൂട്ടുന്നത്? അവിടെ നിൽക്കുന്ന എത്ര പേരാണ്? ഒരാൾ. പേരെന്താണ്? ഗോലിയാത്ത്. എത്ര കല്ല് ഇതാണ് കൊന്നത്? പറയുക. ഒരേ ഒരു കല്ല് മാത്രമാണ് എടുത്ത്. ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് കറക്കി വലിച്ചെറിഞ്ഞു. അത് കൊണ്ട് അവൻ കൊല്ലപ്പെട്ടു. പിന്നെ എന്തിനാണ് 5 കല്ലുകൾ കയ്യിലെടുത്തത്? പറയുക. 5 പ്രഭുക്കന്മാർ, 5 പട്ടണങ്ങൾ ഭരിക്കുന്ന 5 പ്രഭുക്കന്മാർ. അന്ന് ശിംശോൻ എന്ന വലിയ ശക്തനായവനെ 5 പ്രഭുക്കന്മാരാണ് അകപ്പെടുത്തിക്കളഞ്ഞത്. ഈ ഒരു ചരിത്രം ദാവീദിന് നന്നായിട്ടറിയാം. ഇന്നിവൻ ഒരുവൻ മാത്രമാണ് ഗോലിയാത്ത് എന്ന് പറഞ്ഞു വരുന്നത്. നാളെ ഇവന്റെ പിന്നിലായിട്ട് 4 പേർ വന്നേക്കാം. അതുകൊണ്ട് ഇവനെ കൊന്നതുപോലെ ആ ബാക്കിയുള്ളവരെയും കൊല്ലണമെങ്കിൽ ആദ്യം കല്ലുകളൊക്കെ റെഡിയായിരിക്കണമെന്ന് പറഞ്ഞ് 5 കല്ലുകൾ എടുത്തു വയ്ക്കുവാനിടയായി. എന്തുകൊണ്ടാണ് ഈ കമ്പാരിസം ഇവിടെ കൊണ്ടുവരുന്നത്? അവിടെ ദാവീദ് ഇപ്പോൾ ഫെലിസ്ത്യരുടെ നേരെ കടന്നു പോകുന്നു. എന്നാൽ ദാവീദ് പോകുന്നതിന് മുൻപായിട്ട് ഒരു വ്യക്തി പോയിരുന്നു. ആരാണ് പോയത്? പറയൂ. ശിംശോൻ കടന്നുപോയി. എന്നാൽ എന്താണ് സംഭവിച്ചത്? അന്ന് ശിംശോൻ ഈ ഫെലിസ്ത്യരുടെ കീഴിൽ ഉണ്ടായിരിക്കുന്നതായ അടിമകളായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിനെ വിടുവിക്കേണ്ടതിന് പകരമായി താൻ അവരുമായി കൂട്ടുചേരുവാനിടയായി. താൻ ഗസയിലേക്ക് ചെന്ന് പെൺകുട്ടികളോടൊപ്പം സഹവസിക്കാൻ തുടങ്ങി. അവൻ തന്നെ സോരേക്കിൽ ചെന്ന് ദലീല എന്നുള്ളതായ ഒരു സ്ത്രീയുമായിട്ട് സ്നേഹബന്ധത്തിലേർപ്പെട്ടു. സഹോദര സഹോദരി, കേൾക്കുന്നുണ്ടോ? നീ തന്നെയാണ് നിന്റെ വീട്ടിലെ രാജാവ്. നീയാണ് നിന്റെ വീട്ടിലെ രാജ്ഞി. നിന്റെ വീട് കാത്തു പരിപാലിക്കേണ്ട നീ തന്നെ. പരസ്ത്രീ മോഹത്തിൽപ്പെട്ടാൽ, പരപുരുഷ ബന്ധത്തിൽപ്പെട്ടാൽ, മാതാപിതാക്കൾക്ക് അഭിമാനകരമായി ജീവിക്കേണ്ട നീ, നന്നായി പഠിച്ച് മാതാപിതാക്കളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ട നീ, ദൈവത്തിൻ്റെ പൈതലായി ജീവിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കേണ്ടവനായ നീ തന്നെ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടാലോ? ശിംശോൻ ജനിച്ച സമയത്ത് മാതാപിതാക്കൾ എത്ര സന്തോഷിച്ചുവെന്നറിയാമോ? എന്തുകൊണ്ടെന്നാൽ ശിംശോനെക്കുറിച്ച് ദൈവത്തിന് ഉന്നതമായ ഉദ്ദേശങ്ങളുണ്ട്, ഉന്നതമായ പദ്ധതികളുണ്ട്. അവൻ വലിയ ബലവാനായി തീരാൻ പോകുന്നു. അവൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. മാതാപിതാക്കൾ എത്ര സന്തോഷിച്ചെന്നറിയാമോ? പ്രിയ മകനേ, മകളെ, നീ ജനിച്ച സമയത്ത് മാതാപിതാക്കൾ എത്രയ്ക്ക് സന്തോഷിച്ചുവെന്നറിയാമോ? നിന്നെ മടിയിൽ വെച്ചുകൊണ്ട് നിന്റെ മാതാപിതാക്കൾ എത്രത്തോളം നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചെന്നറിയാമോ? പ്രിയ മകനേ, മകളെ, നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ആദ്യമായി ആഹാരം തന്ന സമയത്ത് അവർ നിങ്ങൾക്ക് വെള്ളി സ്പൂൺ കൊണ്ടാണ് ആഹാരം തന്നത്. ആ ഒരു വെള്ളിക്കപ്പെടുത്തുകൊണ്ട് വളരെ നന്നായി മൃദുവാക്കി ആഹാരം എടുത്തുകൊണ്ട് ആ ചോറിൽ നെയ്യൊഴിച്ചുകൊണ്ട്, ഇതെൻ്റെ കുഞ്ഞിന്, എൻ്റെ മകന്, മകൾക്ക് ആദ്യം കൊടുക്കുന്ന ചോറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വളരെ മൃദുവാക്കി അത് നിറച്ച് എന്താണ് നെയ്യൊഴിച്ച് അതിൻ്റെ സുഗന്ധം വന്നുകൊണ്ടേയിരിക്കും. ആ നെയ്യ് കൂട്ടിയ ചോറ് ആ കുഞ്ഞിൻ്റെ വായിലേക്ക് ഉരുട്ടിക്കൊടുക്കുമ്പോൾ ആ കുഞ്ഞത് അലിയിച്ചലിയിച്ച് തിന്നുന്നത് കാണും. പ്രിയ മകനെ, മകളെ, കേൾക്കുന്നുണ്ടോ? ആദ്യത്തെ ഊറുള്ള മാതാപിതാക്കൾ നിനക്ക് വാരിത്തന്നപ്പോൾ
അതിൽ നിറയെ സ്നേഹമുണ്ടായിരുന്നു. അവർ കോരിത്തന്ന ആ സ്പൂണിൽ നിറയെ സ്നേഹമായിരുന്നു. അവർ നിന്റെ കൈപിടിച്ച് നടത്തിയില്ലേ, അതിലൊരു സ്നേഹമുണ്ടായിരുന്നു. നീ കിടക്കയൊക്കെ വൃത്തികേടാക്കുമ്പോൾ നിന്നെ കഴുകിയെടുക്കില്ലേ, അതിലും സ്നേഹമുണ്ടായിരുന്നു. അവർ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്താലും ശരി, നിന്നെ കുളിപ്പിക്കുന്ന സമയത്ത് എത്ര സ്നേഹത്തോടുകൂടിയാണ്, ഓമനിപ്പിച്ചാണ് നിന്നെ കുളിപ്പിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, എന്തിനാണ് നീ വലിയവനാകുമെന്ന് വലിയവളാകുമെന്ന് ആശിച്ചുകൊണ്ടാണ്, പ്രയോജനമുള്ളവനായി മാറുമെന്ന്, മാതാപിതാക്കൾക്ക് അഭിമാനകരമായി മാറുമെന്ന് വിചാരിച്ച് നീ ജനിച്ച അന്നു മുതൽ ഇന്നുവരെയും അതേ സ്നേഹമാണ്. അവരെ ഇടയ്ക്ക് അനുസരിക്കാതിരിക്കുമ്പോഴും, അവരെ കോപിപ്പിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ അവരോട് നീ മറുതലിച്ചാലും, അവരെ നിന്ദിച്ചാലും, അവരെ അനുസരിക്കാതിരുന്നാലും, പ്രിയ സഹോദര സഹോദരി, നിന്റെ മേൽ നിന്റെ അമ്മയ്ക്കുള്ളതായ സ്നേഹം കുറയില്ല, നിന്നോട് നിന്റെ അപ്പനുള്ളതായ സ്നേഹം കുറയുകയില്ല. നീ സ്നേഹിതരെ കണ്ടുകൊണ്ട് പ്രയോജനമില്ലാത്തവരായ കൂട്ടുകാരെ കണ്ടിട്ട് ചീത്ത കൂട്ടുകെട്ടുകളിൽപ്പെട്ട് അവരോടൊപ്പം കറങ്ങി നടന്ന് അതാണ് സന്തോഷവും അതാണ് രസവും എന്നൊക്കെ വിചാരിച്ച് നിനക്ക് വേണ്ടി എല്ലുനുറുങ്ങി പണിയെടുത്ത് നിന്നെ വലിയവനാക്കാൻ വേണ്ടി മോഹിച്ചതായ മാതാപിതാക്കളെ നീ തള്ളിക്കളഞ്ഞ് ഏതോ ഒരു ദുഷ്ടന്റെ സ്നേഹബന്ധത്തിൽപ്പെട്ട്, ഏതോ ഒരു പെണ്ണുമായി സ്നേഹബന്ധത്തിൽപ്പെട്ടിട്ട് അവരോടൊപ്പം ഇഷ്ടമുള്ളതുപോലെ കറങ്ങി നടക്കുന്നു. നിന്റെ വിദ്യാഭ്യാസത്തെ നശിപ്പിക്കുന്നു, നിന്റെ യൗവനത്തെ നശിപ്പിച്ചു കളയുന്നു, ഇല്ലാത്തതായ രോഗങ്ങളെ നീ ഉണ്ടാക്കി വയ്ക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്? എൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയാണെന്ന് പറയുന്നു. ആർക്കു വേണ്ടിയാണ്? എൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയാണെന്ന് പറയുന്നു. ഇന്നലെയോ മിനിഞ്ഞാന്നോ മാത്രം പരിചയപ്പെട്ടതായ ആ ബോയ് ഫ്രണ്ടിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഗേൾ ഫ്രണ്ടിന് വേണ്ടി 20 വർഷമായിട്ട് നിന്നെ കൺമണി പോലെ കാത്തു പരിപാലിക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹത്തെ നീ തൃണവൽക്കരിക്കുകയാണ്. എന്നാൽ കേൾക്കുക, നീയും ആ ഗേൾ ഫ്രണ്ടും ചേർന്ന് ബൈക്കിൽ റൈ റൈ എന്ന് പറഞ്ഞ ബൈക്കിൽ പോകുന്ന സമയത്ത് ബൈക്ക് സ്കിഡായി വീണ ഉടനെ തന്നെ നിന്റെ വായിൽ നിന്ന് വരുന്ന ആദ്യത്തെ വാക്ക് എന്താണെന്ന് പറയുക. ഹലോ, നീ വീണ ഉടനെ തന്നെ ഫസ്റ്റ് വായിൽ നിന്ന് വരുന്ന വാക്ക് ഏതാണ്? എന്തിനാണ് അമ്മയെന്ന് വിളിക്കുന്നത്? നിന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചുകൂടെ? ഹായ് ഡാർലിംഗ് എന്ന് വിളിച്ചുകൂടെ? എന്തുകൊണ്ടാണ് നീ അവളെ വിളിക്കാത്തത്? അവൾക്ക് വേണ്ടിയാണല്ലോ ഇപ്പോൾ നീ വീണത്. നീ അവൾക്ക് വേണ്ടി വീണപ്പോൾ അമ്മ അമ്മേ അമ്മേ, നീ അമ്മേ അമ്മേന്ന് വിളിക്കുമ്പോൾ അവളും അമ്മേ അമ്മേ. മനസ്സിലായോ? നിന്റെ മനസ്സിന് മാറ്റം വന്നില്ല എങ്കിലും നിന്റെ വായിൽ നീ ശീലിച്ചതായ പദത്തിന് മാത്രം ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഒരു വിളിയുണ്ടല്ലോ, അതിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഹൃദയത്തിനറിയാം, നീ വീണാൽ അത് കണ്ട് വിഷമിക്കുന്നതായ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അതാണ് നിന്റെ അമ്മ. മനസ്സിലായോ? നീ വീണപ്പോൾ, നിന്റെ മുട്ടിന് പരിക്ക് പറ്റുമ്പോൾ, നിനക്ക് ആ സമയത്ത് ആരെയാണോ നീ പ്രേമിക്കുന്നത് അവളുടെ പേര് വിളിക്കാൻ കഴിയുകയാണെങ്കിൽ അപ്പോൾ അമ്മയെ മറക്കുക. മരിക്കുന്നതുവരെ അമ്മയെ മറക്കില്ല, അത് നിനക്കറിയാമോ? പ്രായം 70 കഴിഞ്ഞെന്നാലും, അല്ലെങ്കിൽ 80 വയസ്സായിരിക്കും, പാവം ഇവർക്ക് ഇരിക്കാനോ നിൽക്കാനോ കഴിയുകയില്ല. ഒരുപക്ഷെ ആരെങ്കിലും കസേരയിൽ പിടിച്ചിരുത്തിയാൽ അമ്മേ, എന്താണ് 70 അല്ലെങ്കിൽ 80 വയസ്സുണ്ടായിരിക്കുമ്പോഴും ആരെയാണ് വിളിക്കുന്നത്? ഇംഗ്ലീഷുകാരെന്താണ് പറയുന്നത് നമുക്കതറിയാൻ കഴിയില്ല. കാരണം അവർക്ക് 18 വയസ്സാകുമ്പോൾ തന്നെ വീടിന് പുറത്തു പോകും. ഒരു 75-80 വയസ്സായ മനുഷ്യനെയാണെങ്കിലും നിങ്ങൾ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ അമ്മേ, നിങ്ങൾ ഇരുത്താൻ നോക്കുമ്പോൾ അമ്മേ എന്ന് പറയും. അമ്മ, അതാണ് അവർ അപ്പോഴും പറയുന്ന വാക്ക്. എപ്പോഴാണ് അവർ ഇരിക്കുന്നത്? അമ്മേ. മനസ്സിലാകുന്നുണ്ടോ? അമ്മേ എന്നാണ് വിളിക്കുന്നത്. ഇത് ഹൃദയത്തിൻ്റെ വിളിയാണ്. ഇതിന് മാറ്റമുണ്ടാകാനുള്ള ചാൻസ് ഇല്ല. നിന്റെ സമയത്തിന് വേണ്ടിയോ, നിനക്ക് ഒരു രസത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ, നിന്റെ മനസ്സ് കാണിക്കാൻ വേണ്ടിയോ അവൾക്ക് നീ നല്ല നല്ല പേരുകളൊക്കെ ഇട്ടേക്കാം. അവന് നീ നല്ല 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 പേരുകൾ ഇട്ടേക്കാം. പലതരത്തിലുള്ള നിക് നെയിമുകളൊക്കെ ഇട്ടേക്കാം. കേൾക്കൂ, നിനക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ നിന്റെ ഹൃദയം വിളിക്കുന്ന വിളി ഒന്നേ ഒന്നാണ്. അത് ഏതാണ്? അമ്മ, അപ്പ. മറന്നുപോകരുത്. ശിംശോൻ തൻ്റെ അമ്മയെയും അപ്പനെയും മറന്നിട്ട് എവിടേക്ക് പോയി എന്നറിയാമോ? ഗസയിലേക്ക് പോയി. അതിനുശേഷം സോരേക്കിലേക്ക് പോയി. ഒരു സ്ത്രീയുടെ മടിയിൽ പോയി കിടന്ന് ഫെലിസ്ത്യരുടെ കയ്യിൽ തന്നെ
ബന്ധിക്കപ്പെടുവാനിടയായി. അടിമകളായിരിക്കുന്നതായ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായി ജനിച്ചവനായ ശിംശോൻ ഇപ്പോൾ തൻ്റെ കൺമോഹം കൊണ്ട്, തൻ്റെ ജഡമോഹം കൊണ്ട് താൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത കുറ്റമെന്താണെന്ന് വെച്ചാൽ, ആരെയാണോ വിടുവിക്കുവാനായി താൻ പോയത് അവരെ വിടുവിക്കുവാൻ കഴിയാതെ താൻ അവിടെ ബന്ധിക്കപ്പെട്ടു. കാരണം തനിക്കുണ്ടായിരിക്കുന്ന പാപം നിറഞ്ഞ ആഗ്രഹം. മാതാപിതാക്കളെ കേൾക്കുന്നുണ്ടോ? ഏത് രാജ്യത്തെയാണ് നിങ്ങൾ കാക്കേണ്ടത്? ഏത് രാജ്യത്തെയാണ് നിങ്ങൾ പരിപാലിക്കേണ്ടത്? നിങ്ങളുടെ രാജ്യം ഏതാണ്? നിങ്ങളുടെ കുടുംബമാണ് നിങ്ങളുടെ രാജ്യം. നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ ജനം. അവരെ ഭദ്രമാക്കി നോക്കേണ്ട പ്രവൃത്തിയിൽ, അവരെ പരിപാലിക്കേണ്ട പ്രക്രിയയിൽ നീ ചെന്ന ഇരുട്ടുമായിട്ട് കൈകോർത്താൽ എന്താകും? നീ പാപവുമായിട്ട് കൈകോർത്താൽ എന്താകും? നീ പിശാചുമായിട്ട് കൈകോർത്താൽ എന്തായിത്തീരും? അതുകൊണ്ടാണ് പറയുന്നത്, സഭയെ ആദ്യം നിന്റെ രാജ്യത്തെ കാത്തുപരിപാലിക്കുക, ഭദ്രമാക്കുക. അങ്ങനെയല്ലാതെ ഒരുപക്ഷെ നീ പിശാചുമായിട്ട് കൈകോർക്കുകയാണെങ്കിൽ, ദുഷ്ടതയുമായിട്ട് പാപവുമായിട്ട് കൈകൾ കോർക്കുകയാണെങ്കിൽ, അന്യായവുമായിട്ട് കൈകോർത്താൽ, അനീതിയുമായി കൈകോർത്താൽ, അശുദ്ധിയുമായിട്ട് കൈകോർത്താൽ എന്തു സംഭവിക്കുമെന്നറിയാമോ? നിന്റെ രാജ്യത്ത് നഷ്ടപ്പെടും. നിന്റെ കുടുംബം നഷ്ടമായി പോകും. നിന്റെ കുടുംബം കഷ്ടതയിൽ അകപ്പെട്ടു പോകും. ശിംശോന് പറ്റിയത് അതാണ്. തന്റെ രാജ്യത്തെ പരിപാലിക്കേണ്ട ന്യായാധിപനായിരിക്കുന്നതായ ശിംശോന് തന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ശരീരത്തെ കാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. തന്റെ രാജ്യത്തെ കാത്തുപരിപാലിക്കേണ്ടവൻ, തന്റെ ജനത്തെ കാത്തുപരിപാലിക്കേണ്ടവൻ, തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടവൻ അവസാനം തന്റെ കണ്ണുകളിലെ കാമം കൊണ്ട്, തന്റെ ശരീരത്തിലെ മോഹം കൊണ്ട്, തന്റെ ജഡത്തിന്റെ ഇഷ്ടം കാരണമായിട്ട് തന്നെ തന്നെ സംരക്ഷിക്കുവാൻ കഴിയാതെ ദേശത്തെ മുഴുവനും ശത്രുവിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർ എന്താണ് ചെയ്തത്? അവിടുത്തെ 5 പ്രഭുക്കന്മാരും ശിംശോനെ പിടിച്ചുകെട്ടുവാനിടയായി. മോഹം കൊണ്ട് നോക്കിയത് ഏത് കണ്ണുകൾ കൊണ്ടായിരുന്നോ ആ കണ്ണുകളെ അവർ കുത്തിപ്പൊട്ടിച്ചു. അവന്റെ ശക്തി കൊണ്ടുകൊണ്ട് എല്ലാവരെയും വെല്ലുവിളിച്ചപ്പോൾ അവന്റെ ശക്തിയെ ഇല്ലാതാക്കി ശരീരം മുഴുവനും മുറിപ്പെടുത്തി. അവസാനം അവന്റെ കൈകാലുകളെ ബന്ധിച്ചു കളയുവാനിടയായി. കെട്ടിയിട്ടിട്ട് എന്താണ് പറയുന്നത്? നമ്മുടെ ദൈവം നമ്മുടെ ശത്രുവായിരിക്കുന്ന ശിംശോനെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. ഇൻഡയറക്റ്റായിട്ട് എന്താണ് പറയുന്നത്? ശിംശോന്റെ ദൈവത്തിന് എന്തുപറ്റി? ശിംശോന്റെ ദൈവത്തിന് ശിംശോനെ കാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ ദൈവം ശിംശോനെ നമുക്ക് പിടിച്ചു തന്നു. ശിംശോന്റെ ദൈവത്തിന് ശിംശോനെ കാക്കുവാൻ കഴിയില്ലേ? ഉറപ്പായിട്ടും കാക്കുവാൻ കഴിയും. എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞില്ല? തൻ്റെ ജീവിതത്തിൽ പാപത്തിന് താൻ ഇടം കൊടുത്തതുകൊണ്ടാണ്. പിശാചിന് ഇടം കൊടുത്തതുകൊണ്ടാണ്. തൻ്റെ ശരീരത്തെ കൊണ്ടുപോയിട്ട് ഫിലിസ്ത്യ സ്ത്രീകളുടെ കയ്യിൽ കൊടുത്തതുകൊണ്ടാണ്. സൂക്ഷിക്കുക സഹോദര സഹോദരി. നമ്മുടെ കുടുംബത്തെ ദൈവത്തിന് കാക്കുവാൻ കഴിയും. നമ്മുടെ മക്കളെ ദൈവത്തിന് കാക്കുവാനായിട്ട് കഴിയും. എങ്കിലും കാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടായിരിക്കുമ്പോഴും വീട്ടിലെ രാജാവായിരിക്കുന്ന നീ ചെന്നിട്ട് പിശാചുമായിട്ട് കൈകോർത്താലോ, വീട്ടിലെ വിളക്കായിരിക്കുന്ന അമ്മയായിരിക്കുന്നതായ നീ പിശാചിന് ഇഷ്ടമുള്ളതായ പ്രവൃത്തികൾ ചെയ്താൽ എങ്ങനെ രാജ്യം കാക്കപ്പെടാനിടയാകും? എങ്ങനെ നിന്റെ മക്കൾ നന്നായിട്ട് ജീവിക്കും? എങ്ങനെ നിന്റെ മക്കൾ പിശാചിന്റെ കയ്യിൽ അകപ്പെടാതെ സുരക്ഷിതമായിട്ട് ജീവിക്കും? അതുകൊണ്ട് മാതാവേ, പിതാവേ, നീ ജാഗ്രതയോടെ ഇരിക്കണം. നീ ആത്മീയതയിൽ ജീവിക്കണം. നീ വിശുദ്ധിയിൽ ജീവിക്കണം. നീ ഇരുട്ടുമായിട്ട് കൈകോർക്കുവാൻ പാടില്ല. അവസാനം എന്താണ് സംഭവിച്ചത്? ശിംശോൻ, അവരെല്ലാവരെയും കൊല്ലേണ്ടിയിരുന്നവനായ ശിംശോൻ നിസ്സഹായ അവസ്ഥയിൽ അവർ ഇവനെ കൊല്ലുവാനായി ശ്രമം തുടരുമ്പോൾ തൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടന്ന സമയത്ത് അപ്പോഴാണ് ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ തുറക്കാനിടയായത്. എൻ്റെ ദൈവമേ, യഹോവേ, ഇനി ഞാൻ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? എങ്ങനെയാണെങ്കിലും ഇവർ എന്നെ കൊന്നുകളയും. ഞാൻ ജനിച്ചത് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് നിന്റെ ജനത്തെ സംരക്ഷിക്കാനാണ്. എന്നാൽ ഈ മനുഷ്യരുടെ തന്ത്രങ്ങളിൽപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീമോഹത്തിൽപ്പെട്ട് അവരുടെ സൗന്ദര്യത്തെ കണ്ട് മോഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ പണയപ്പെടുത്തി. ഇപ്പോൾ മരിക്കാൻ പോകുകയാണ്. എനിക്ക് വേണ്ടി ഞാൻ മരിക്കുന്നതിനേക്കാൾ നിനക്ക് വേണ്ടി മരിക്കുന്നതാണ് നല്ലത്. ഏതായാലും ജീവിക്കാൻ ഒരു ചാൻസുമില്ലാത്തതുകൊണ്ട് ഒരിക്കൽ കൂടി നീ എന്നെ ഒന്ന് ഓർക്കണമേ. ഒറ്റ പ്രാവശ്യം എന്നെ നീ ഒന്ന് ഓർക്കണമേ. ഇവരെ എല്ലാവരെയും നാമാവശേഷമാക്കി മാറ്റുവാനായിട്ട് ഈ അവസാന നിമിഷമെങ്കിലും നിനക്ക് വേണ്ടി ജീവിക്കാൻ ഒരു പ്രാവശ്യം എന്നെ നീ ഓർക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു. മരിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് പ്രാർത്ഥിച്ചു. സഹോദര സഹോദരി, ഞാൻ മരിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ട് എന്ത് ലാഭമാണ്? മരിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് പ്രയോജനം?
ഇതേ പ്രാർത്ഥന ശിംശോൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. തൻ്റെ ജനത്തെ കാത്തു പരിപാലിക്കേണ്ടവനായിരുന്നവൻ ഗതികെട്ടവനായി ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകുവാനിടയായി. പ്രിയ സഹോദരീ സഹോദര, നിന്റെ കുടുംബത്തെ കാത്തു സംരക്ഷിക്കേണ്ടവനായ നീ പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയാൽ എന്താകും? മാതാപിതാക്കൾക്ക് താങ്ങായി നിൽക്കേണ്ട പ്രിയ മകനെ മകളെ, നീ തന്നെ പഠിക്കേണ്ട സമയത്ത് പഠനത്തെയൊക്കെ മാറ്റിവെച്ച് ദൂഷിച്ച കൂട്ടുകെട്ടുകളിൽ പെട്ടുകൊണ്ട് നിന്റെ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞാൽ നിന്റെ മാതാപിതാക്കൾക്ക് പിന്നെ തുണയായുള്ളത് ആരാണ്? അതുകൊണ്ട് ഇന്ന് തന്നെ എങ്ങനെയാണോ പിശാച് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ട് നിനക്ക് ഉണ്ടായിരിക്കുന്ന നിന്റെ രാജ്യമാകുന്ന നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കുവാനായി നോക്കുന്നത്, ആ കുടുംബത്തിലെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടുത്തുവാൻ നോക്കുന്നത്, അങ്ങനെ ഒരുപക്ഷെ നിന്റെ ജീവിതത്തെ പിശാച് ബന്ധിച്ചിട്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ അകറ്റിയിട്ട് നിന്റെ കുടുംബത്തെ അനാഥമാക്കി മാറ്റുകയാണെങ്കിൽ നിനക്കത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇന്ന് തന്നെ കർത്താവിനോട് ചോദിക്കാമോ, കർത്താവേ, ഈ ഒരു പ്രാവശ്യം എന്നെ ഓർക്കണമേ എന്ന്. വരൂ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ശിംശോൻ തൻ്റെ രാജ്യത്തെ പരിപാലിക്കേണ്ടിയിരുന്നവനായവൻ രാജ്യത്തെ സംരക്ഷിക്കുവാൻ കഴിയാതെ നശിച്ചു പോകുവാനിടയായി. കണ്ണുകളിൽ മോഹങ്ങൾ ജനിച്ച സമയത്ത് അവയെ ജയിക്കുവാൻ കഴിയാതെ അവസാനം ശത്രുവിൻ്റെ കയ്യിലകപ്പെട്ട് വ്യഭിചാരം ചെയ്യുവാൻ തുടങ്ങിയിട്ട് അവസാനം നിന്റെ നാമത്തെ എത്രത്തോളം നിന്ദിക്കുവാനിടയായി. വേർതിരിക്കപ്പെട്ടവനായിരുന്നു, പ്രതിഷ്ഠിക്കപ്പെട്ടവനായിരുന്നു, ശുദ്ധീകരിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ പാപത്തിനിടം കൊടുത്തപ്പോൾ എത്ര വലിയ നാശമുണ്ടായി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് പാപമാണോ ഞങ്ങളെ അശുദ്ധരാക്കി മാറ്റുന്നത്, ഏത് ദുശീലമാണോ ഞങ്ങളെ അടിമകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്, ആ പാപത്തിൽ നിന്നും ദുശീലത്തിൽ നിന്നും സമ്പൂർണമായും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഒരു പാപവും ഞങ്ങളുടെ മേൽ വാഴുവാനായിട്ട് പാടില്ല കർത്താവേ. ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെയും നിന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. പിന്തിരിഞ്ഞ് നോക്കാതെ, ജഡമോഹങ്ങൾക്കകപ്പെട്ടു പോകാതെ വിശുദ്ധിയോടെ ജീവിച്ച് കുടുംബത്തെ കാക്കുവാൻ കഴിയുന്നതായ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.